ഇന്നത്തെ അറിയിപ്പുകൾ. സപ്ലൈകോയ്ക്ക് 90 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം. മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നടപടി. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനായ സപ്ലൈകോയ്ക്ക് കേന്ദ്ര സർക്കാർ അടിയന്തരമായി 90 കോടി രൂപ അനുവദിച്ചു. കേന്ദ്ര സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ള കുടിശ്ശിക തുകയിൽ നിന്നാണ് ഈ തുക അനുവദിച്ചത്. സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് സപ്ലൈകോയുടെ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ധനസഹായം അനുവദിച്ചത്. ഇതിനു പുറമെ 200 കോടി രൂപ കൂടി ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അറിയിച്ചതായി അനൂപ് ജേക്കബ് വ്യക്തമാക്കി. തുക അനുവദിച്ചതിന് കേന്ദ്രത്തിന് നന്ദി അറിയിച്ച മന്ത്രി അനൂപ് ജേക്കബ് സപ്ലൈകോയുമായി ബന്ധപ്പെട്ട മറ്റാവശ്യങ്ങളിലും അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. തദ്ദേശ സ്ഥാപനങ്ങളിൽ മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ മരണകാരണം സംബന്ധിച്ച ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. മരണ രജിസ്ട്രേഷൻ കൂടുതൽ വിശ്വസനീയവും രാജ്യവ്യാപക ആരോഗ്യ കണക്കുകൾ കൂടുതൽ കൃത്യവുമാക്കുകയാണ് ലക്ഷ്യം. മരണ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ സുതാര്യവും ശാസ്ത്രീയവുമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ആശുപത്രികളിലും ചികിത്സ നൽകിയ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലും സംഭവിക്കുന്ന മരണങ്ങളിൽ രജിസ്ട്രേഷനോടൊപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്നതാണ് പുതിയ നിർദ്ദേശം. സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ 1969 ജനന മരണ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം പിഴ ഈടാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വ്യക്തമാക്കി. പൊതുജനാരോഗ്യ നയരൂപീകരണം, രോഗനിരീക്ഷണം, മെഡിക്കൽ ഗവേഷണം എന്നിവയ്ക്ക് മരണങ്ങളുടെ സ്ഥിതിവിവര കണക്കുകൾ വേണമെന്ന സർക്കാർ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. പുതുക്കിയ നിയമപ്രകാരം മരണത്തിന് മുമ്പ് ചികിത്സ നൽകിയ ഡോക്ടർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആശുപത്രിയാണ് മരണകാരണം രേഖപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സൗജന്യമായി നൽകേണ്ടത്. നിലവിൽ തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിലും ആലപ്പുഴ നഗരസഭയിലും മാത്രമാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. രണ്ടാം ഘട്ടമായി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള മെഡിക്കൽ സ്ഥാപനങ്ങൾക്കും നിയമം ബാധകമാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വാട്ടർ മെട്രോ പദ്ധതി തെക്കൻ കേരളത്തിലേക്കും വ്യാപിപ്പിക്കാൻ നീക്കം. ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ ജലപാതകൾ കോർത്തിണക്കിയുള്ള പദ്ധതിയാണ് ആലോചനയിലുള്ളത്. കൊച്ചിയിൽ വിജയിച്ച വാട്ടർ മെട്രോ സർവീസ് തെക്കൻ കേരളത്തിലേക്കും വ്യാപിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ച മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ കായലുകളും പുഴകളും പഴയ കനാലുകളും ഉൾപ്പെടുന്ന വിപുലമായ ജലശൃംഖലയെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് പുതിയ പദ്ധതി. അഷ്ടമുടി കായൽ, ജലപാതകൾ എന്നിവയെ കേന്ദ്രീകരിച്ചായിരിക്കും പദ്ധതി വിപുലീകരിക്കുക. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദ ഗ്രീൻ ടെക്നോളജിയിലൂന്നിയാകും പദ്ധതി. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ചാർജിംഗ് ഡോക്കുകളുള്ള അത്യാധുനിക ഇലക്ട്രിക് ബോട്ടുകളായിരിക്കും ഈ റൂട്ടിൽ സർവീസ് നടത്തുക. ആലപ്പുഴയിലെ കനാലുകളിലും കൊല്ലത്തെ അഷ്ടമുടി കായലിലുമായി നിരവധി പുതിയ ബോട്ട് ടെർമിനലുകൾ ഇതിനായി നിർമ്മിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. 2031 സർവീസുകൾ പൂർണ്ണമായും സോളാർ പവർ സ്റ്റേഷനുകൾ വഴി ചാർജ് ചെയ്യുന്ന ബോട്ടുകളിലേക്ക് മാറ്റുകയാണ് ലക്ഷ്യം. വാട്ടർ മെട്രോ വിപുലീകരണം വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്തു പകരുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ പദ്ധതിയുടെ നിർമ്മാണത്തിന് വീണ്ടും പ്രതീക്ഷ. 95% ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു. നിർമ്മാണം ഉടൻ ആരംഭിച്ചേക്കും. കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നീങ്ങുന്നതായി സൂചന. പദ്ധതിക്ക് ആവശ്യമായ ഭൂമിയുടെ 95% ഏറ്റെടുത്തു കഴിഞ്ഞതോടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മന്ത്രി PK ബഷീർ പദ്ധതി വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ചില മേഖലകളിൽ പ്രതീക്ഷിച്ച തോതിൽ ഗതാഗതമുണ്ടാകില്ലെന്ന പഠന റിപ്പോർട്ടിലെ ആശങ്കകൾ കേന്ദ്രമന്ത്രി പങ്കുവച്ചതായും റിപ്പോർട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന 121 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗ്രീൻഫീൽഡ് ഹൈവേക്ക് ഏകദേശം 8000 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ഭൂമി ഏറ്റെടുക്കലിനായി ഇതിനോടകം 2000 കോടിയിലധികം രൂപ നഷ്ടപരിഹാരമായി വിതരണം ചെയ്തിട്ടുണ്ട്. വിശ്രമ കേന്ദ്രങ്ങൾക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട 3D വിജ്ഞാപന നടപടികൾ പൂർത്തിയായാൽ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.